കഴിഞ്ഞ് ചട്ടഞ്ചാൽ പോകുന്ന ഭാഗത്ത് ഇപ്പോൾ നിലവിലിപ്പോൾ ഇടത് ഭാഗത്തായിട്ട് ഡ്രെയിനേജിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്ന ദൃശ്യം നമ്മൾ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു വയഡക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ വളഞ്ഞു പോകുന്ന വയഡക്റ്റിൻ്റെ ഒരു സൈഡ് സ്റ്റാർ നഗർ ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തൊക്കെ ഇവർ കോൺക്രീറ്റ് വാളുകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഉള്ള സ്ഥലമാണ്. എന്തായാലും നല്ല രീതിയിൽ ഇപ്പോൾ ഇവർ വർക്ക് നടത്തിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. നമുക്ക് ഇപ്പോൾ നിലവിലിപ്പോൾ ഇടത് ഭാഗത്തായിട്ട് ഡ്രെയിനേജിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്ന ദൃശ്യം നമ്മൾ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു വയഡക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ വളഞ്ഞു പോകുന്ന വയഡക്റ്റിൻ്റെ ഒരു സൈഡിലുള്ള പാലാണ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളത്. മറുവശത്തുള്ള പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. നമ്മളെ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗങ്ങളിൽ അധികം ഈ കുന്നുകളും വളവുകളുള്ള സ്ഥലമാണ്. പല ഭാഗത്തും റിയലൈൻമെന്റ് നടന്നിട്ടുണ്ട്. നമ്മൾ നേരെ ചട്ടഞ്ചാൽ ടൗണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചട്ടഞ്ചാൽ ടൗൺ മുതൽ ചെർക്കള വരെയുള്ള അപ്ഡേറ്റ്സ് ആണ്. ചട്ടഞ്ചാൽ അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ട് ഒരു സൈഡ് തുറന്നു കൊടുത്തിട്ടുണ്ട്, മറു സൈഡ് ഇപ്പോൾ വെയിറ്റ് ടെസ്റ്റാണ് നടക്കുന്നത്. നമ്മുടെ മേഘയുടെ വർക്ക് ഇപ്പോൾ നല്ല സ്പീഡപ്പ് ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 5 മാസത്തിൽ കൂടുതലായി, 5 മാസമായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ 2027 പകുതിയാകുമ്പോഴേക്ക് വർക്ക് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നേരെ നമ്മൾ ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ദേളിയിൽ നിന്ന് വരുന്ന റോഡാണ് നമ്മൾ ഇടത് ഭാഗത്തായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ മുതൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് 6 വരി പാത വരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് JCB ഒക്കെ ഉപയോഗിച്ച് മണ്ണെടുത്തിട്ട് ഇവിടെ പാറയൊക്കെ ഉണ്ടായിരുന്നു പൊട്ടിച്ചിട്ടാണ് ഇവിടെ 6 വരി പാത നിർമ്മിച്ചിട്ടുള്ളത്. ഇതുവരെയാണ് സർവീസ് റോഡ് ഉള്ളത് കേട്ടോ. സർവീസ് റോഡ് 2 ഭാഗത്തായിട്ട് നല്ല ഉയരത്തിലാണ് വരുന്നത്. പിന്നെ ഇവിടുന്ന് നേരെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് റോഡ് പോകുന്നത്. നമുക്ക് നേരെ ഇവിടുന്ന് ഒരു വയഡക്റ്റ് സ്ട്രൈറ്റ് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഈ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗങ്ങളിൽ പലയിടത്തും ഇങ്ങനെയുള്ള പുളഞ്ഞു പോകുന്ന റോഡാണ്. അപ്പോൾ മഴക്കാലത്തൊക്കെ മണ്ണിടിച്ചിൽ പല ഭാഗത്തും സോയിൽ നെയിലിങ്ങിൻ്റെ ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം കൂടിയാണ്. നിലവിലിപ്പോൾ നമുക്ക് ഇപ്പോൾ മഴക്കാലം തുടങ്ങിയുള്ളൂ. അപ്പോൾ അധികം മണ്ണിടിച്ചിലൊന്നും ഈ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നേയില്ല. പിന്നെ നമ്മുടെ സ്റ്റാർ നഗർ ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തൊക്കെ ഇവർ കോൺക്രീറ്റ് വാളുകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഉള്ള സ്ഥലമാണ്. എന്തായാലും നല്ല രീതിയിൽ ഇപ്പോൾ ഇവർ വർക്ക് നടത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവരെ കുറ്റം പറയല്ല, നല്ല ചലഞ്ചിങ്ങായ ഒരു ഏരിയ ആണ് ഇവർക്ക് കിട്ടിയത്. ഇവർക്ക് കിട്ടിയ ആദ്യത്തെയും രണ്ടാമത്തെ റീച്ചൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള റീച്ചാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്ത് നേരത്തെ പാറ പൊട്ടിക്കുന്ന വർക്ക് നടന്നുകൊണ്ടായിരുന്നു. ഏകദേശം പാറയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ഇടത് ഭാഗത്ത് കാണുന്ന വലിയ കൊക്കയാണ്, മണ്ണ് ഇട്ട് ഇങ്ങനെ ഉറപ്പിച്ചിട്ടാണ് ഈ ഭാഗത്ത് റോഡ് നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. പല ഭാഗത്തും വിള്ളലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വലത് ഭാഗത്തായിട്ട് ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ആ ഭാഗത്ത് ചെറുങ്ങനെ മണ്ണൊക്കെ താഴ്ന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഭാഗത്തൊക്കെ പോകുമ്പോഴേക്ക്. അപ്പോൾ നല്ല മഴയൊക്കെ വരുന്ന സമയത്ത് എന്താകുമെന്ന് അറിയില്ല. അപ്പോൾ മഴ വന്നിട്ടാകുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. നമ്മൾ നേരെ തെക്കിലെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഈ വലിയൊരു കുന്നുണ്ടായിരുന്നു, ഈ കുന്നിൽ നിന്ന് മണ്ണെടുത്തിട്ടാണ് അധികം റോഡ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണൊക്കെ ഇവർക്ക് മണ്ണിൻ്റെ ക്ഷാമമൊന്നുമില്ല. നമ്മളെ തെക്കൻ ജില്ലകൾ ഭാഗത്ത് മാത്രമാണ് മണ്ണിന് ക്ഷാമമുള്ളത്. മലബാർ ഏരിയയിലൊന്നും മണ്ണ് സുലഭമാണ്. തെക്കിലെ ഭാഗത്തുള്ള കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഏകദേശം ഇവരെ ടാറിങ് വർക്കുകൾ ഈ ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണടിച്ച് ഉയർത്തിയിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട്. ഇപ്പോൾ മഴ വന്നതോടുകൂടി ഇവിടെ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തായിട്ട് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് വർക്ക് പെൻഡിങ് ആയി. മഴക്കാലത്ത് പല ഏരിയയിലും വർക്ക് നടത്താൻ പറ്റില്ല. നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് അധികം മീൻ ലോറികളൊക്കെ പിന്നെ വലിയ ലോറികളൊക്കെ അപകടത്തിൽപ്പെടുന്ന ഒരു ഏരിയ കൂടിയായിരുന്നു. എന്തായാലും നമ്മളെ ചെറുക്കള മുതൽ ഈ ചട്ടഞ്ചാൽ വരെ ഭാഗത്ത് ഇവർ കുറച്ചും കൂടി റോഡ്
സ്ട്രൈറ്റ് ചെയ്യാമായിരുന്നു, കുറച്ചും കൂടി റിയലൈൻമെൻറ്റ് ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും ഈ ഭാഗത്ത് സഞ്ചരിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ പിന്നെ ഈ വലതുഭാഗത്തൊക്കെ ഇനിയും വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്, ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ട്. പിന്നെ ഒരു സൈഡ് മാത്രമാണ് ഇപ്പോൾ റോഡ് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുള്ളത്. നേരെ നമ്മൾ തെക്കിൽ പാലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ തെക്കിൽ പുതുതായി നിർമ്മിച്ച പാലം 2 ഭാഗത്തോട്ട് ഇപ്പോൾ ട്രാഫിക്കിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. പഴയ പാലം ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പഴയ പാലം അതേപടി നിലനിർത്തിക്കൊണ്ടായിരിക്കും ഇവിടെ ദേശീയപാത കടന്നു പോകുന്നത്. ഇനി ഈ പാലത്തിന് മുകളിലായിട്ട് അറ്റകുറ്റപ്പണികളൊക്കെ നടക്കാൻ ബാക്കിയുണ്ട്. നമ്മുടെ കാസർഗോഡ് കുമ്പള ഭാഗത്ത്, കുമ്പളയിൽ പുതുതായിട്ട് 2 പാലവും വരുന്നുണ്ട് നമ്മുടെ ആദ്യത്തെ റീച്ചിൽ. പിന്നെ ബാക്കി പാലത്തിലൊക്കെ ഇവർ പഴയ പാലം ഒരു സൈഡ് നിലനിർത്തിക്കൊണ്ടാണ് ദേശീയപാത കടന്നു പോകുന്നത്. അപ്പോൾ എന്തായാലും ഭാവിയിൽ അത് പൊളിച്ച് മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ നേരെ ബേവിഞ്ച ഭാഗത്ത് വരുമ്പോഴേക്ക് ഇവിടെ ബേവിഞ്ച പള്ളീൻ്റെ ഭാഗത്ത് 6 വരി പാതയിലോട്ട് എൻ്റർ ചെയ്യാം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ തെക്കിൽ ചട്ടഞ്ചാൽ ഭാഗത്തോട്ട് പോകുമ്പോഴേക്ക് ഈ പാലത്തിൻ്റെ അടിയിലായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന റോഡാണ്, അത് കൂടി ഇതിൽ ക്രോസ് ചെയ്ത് പോകാം. എന്തായാലും ഈ ഭാഗത്തൊന്നും നമ്മൾ ചട്ടഞ്ചാൽ വരെ ഭാഗത്ത് സർവീസ് റോഡ് ഇല്ലാതെയാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. അത് ഈ ഭാഗത്ത് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് പല ഏരിയയിലും. അപ്പോൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരെ ബേബിഞ്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കാ ഈ ഭാഗത്തായിരുന്നു നേരത്തെ വർക്ക് പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ വർക്ക് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡുണ്ട് ഈ ഭാഗത്ത്, സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കിന് നടക്കാൻ ബാക്കിയുണ്ട്. 6 വരി പാതയിൽ വർക്കൊക്കെ കഴിഞ്ഞിന്. പിന്നെ ഇവിടെ ഒരു വയഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വയഡക്റ്റിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ 2 വയഡക്റ്റിന് താഴെ ഭാഗത്തുള്ള റോഡിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. ഈ വയഡക്റ്റ് നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് കേട്ടോ. നേരത്തെ ഇപ്പോൾ ഒരു സൈഡ് മാത്രമായിട്ട് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 2 സൈഡായിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ സ്റ്റാർ നഗർ ഭാഗത്തോട്ട് വരുമ്പോഴേക്ക് ഇങ്ങനെ ഈ വളഞ്ഞ് തിരിഞ്ഞിട്ടാണ് ഇവിടെ റോഡ് പോകുന്നുണ്ട്. നമുക്ക് തോന്നിപ്പോകുന്നത് ഇവിടുന്ന് നേരെ നമ്മൾ കുന്നിൻ്റെ ഭാഗത്തോട്ട് ഒരു വയഡക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ വളവെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയില്ലേ. വലതു ഭാഗത്തുള്ള ആ റോഡാണ് പഴയ ദേശീയപാത. അപ്പോൾ ഈ വളവിലൊരു പള്ളി ഉണ്ടായിരുന്നു, അത് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ വളഞ്ഞിട്ടാണ് ദേശീയപാത കടന്നു പോകുന്നത്. ഈ ഭാഗത്ത് ഇനിയും വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ഇതൊക്കെ പാറയാണ്, പാറയൊക്കെ നേരത്തെ പൊട്ടിച്ച് മണ്ണെടുത്തിട്ട് വേണം ദേശീയപാത നിർമ്മിക്കാൻ വേണ്ടി. പിന്നെ ഈ താഴെയൊക്കെയാണ് മണ്ണ് ഇട്ട് ഏകദേശം വാളൊക്കെ കെട്ടിയിട്ട് വേണം, കോൺക്രീറ്റ് വാള് കെട്ടിയിട്ട് മണ്ണ് അടിച്ച് ചേർത്തിട്ട് വേണം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പോലെ വരുന്നത് പഴയ ദേശീയപാത. വാഹനങ്ങൾ അത് കൂടിയാണ് പോകുന്നത്. വലിയ കുന്നായിരുന്നു, ഈ കുന്നിടിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ദേശീയപാത കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ മണ്ണിടിച്ചിലുണ്ടായ ഏരിയ ആണ് കേട്ടോ. ഇപ്പം നിലവിലിപ്പോൾ ഇവയ്ക്ക് ഇങ്ങനെ തട്ടായിട്ട് കട്ട് ചെയ്യായിരുന്നു മണ്ണ്. ഇതൊക്കെ ദേശീയപാത പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റിംഗ് ഒക്കെ വന്നതിന് ശേഷം നല്ല വിശ്വാസമായിരിക്കും നമുക്ക് ഡ്രോൺ പറത്തുമ്പോൾ കിട്ടുന്നത്. എന്തായാലും നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിച്ചിലുണ്ടായ ഏരിയയാണ്, സോയിനരി നടത്തിയവരൊക്കെ മണ്ണിടിഞ്ഞ് വീണ ഏരിയയാണ്. വലിയ കോൺക്രീറ്റ് വാള് കിട്ടുന്നുണ്ട്, അതൊക്കെ എന്തായാലും നല്ല കാര്യമാണ്. കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് നടന്നുകൊണ്ട് ഈ വർക്കാണ് അധികവും പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ഈ ഭാഗത്തൊന്നും അധികവും വർക്ക് നടത്താൻ പറ്റില്ല. ഇവർക്ക് കിട്ടിയ ആദ്യത്തെയും 2ാമത്തെയും റീച്ചിൽ പലയിടത്തും മണ്ണിടിച്ചിട്ടുണ്ട് നടന്നിട്ടുണ്ട്. ആ ചെറുത്തൂർ ഭാഗത്തൊക്കെ മണ്ണിടിച്ചിട്ടുണ്ടായിട്ട് തൊഴിലാളികളൊക്കെ മരണപ്പെട്ട ഒരു ഏരിയ കൂടിയാണ്. ഈ അടുത്ത ഭാഗത്തായിട്ട് കാണുന്ന ഏരിയയിലാണ് മണ്ണിടിച്ചിട്ടുണ്ടായത്. അപ്പോൾ കോൺക്രീറ്റ് വാള് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് വീണ്ടും ഇങ്ങനെ വളഞ്ഞിട്ടാണ് റോഡ് കടന്നു പോകുന്നത്. വലതുഭാഗത്തായിട്ട് മണ്ണിട്ട് കോൺക്രീറ്റ് വാള് കെട്ടി മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇപ്പോൾ റോഡ് നിർമ്മിക്കുന്നത്. എന്തായാലും ഈ ഭാഗത്തൊക്കെ ഏകദേശം ഒരു 60 സ്പീഡായിട്ടുണ്ടാവും മാക്സിമം സ്പീഡ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരെ ചെർക്കള ടൗണിലോട്ട് വരുമ്പോഴേക്ക് ചെർക്കള ടൗണിൽ വയഡക്റ്റാണ് വരുന്നത്.
അപ്പോൾ ഏകദേശം വർക്ക് അവസാന ഘട്ടത്തിലാണ് വയഡക്റ്റിൻ്റെ. ചെർക്കള ടൗണിൽ മഴ വരുമ്പോൾ നമുക്കറിയാം ആ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ചളിയൊക്കെ വന്ന് അതിൽ വാഹനത്തിലും നടന്നിട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ ഭാഗത്താണ് നേരത്തെ കഴിഞ്ഞ തവണ വിണ്ട് കയറിയിട്ടുണ്ടായിരുന്ന റോഡൊക്കെ. ഏകദേശം വർക്കിപ്പോൾ ഫൈനൽ സ്റ്റേജിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നല്ല രീതിയിൽ നല്ല പുരോഗതി ഈ മേഖലയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ നേരെ ചെർക്കള ആ ഫ്ലൈ ഓവർ സ്റ്റാർട്ടാവുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിലിപ്പോൾ കാസർഗോഡ് ഭാഗത്തോട്ട് നേരെ ഫ്ലൈ ഓവറിൻ്റെ ഒരു സൈഡ് മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറു സൈഡ് ഇപ്പോൾ വർക്ക് ഏകദേശം ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. പിന്നെ താഴെയായിട്ട് ഇപ്പോൾ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത്. ഈ മഴക്കാലത്തൊന്നും ഇപ്പോൾ താഴെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ടാറിട്ടിട്ടുണ്ട്. ഒരു സൈഡ് ടാറിട്ടിട്ട് ഭയങ്കര ടാറിൽ എളിയിട്ട് പോയിട്ടുണ്ട്. നല്ല രീതിയിൽ വാഹനങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. മഴക്കാലത്ത് ടാറിട്ടാൽ നിൽക്കൂല എന്തായാലും. അപ്പം നേരെ നമ്മളെ ഈ ചെർക്കള ടൗണിൽ നിന്ന് നേരെ ഈ 6 വരിക്ക് ചെറിയൊരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഈ ആക്സസിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞത് തന്നെ നമുക്ക് പറയാൻ കഴിയും. നമുക്ക് പുരോഗതി നോക്കാം. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടാകുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് നമ്മുടെ 6 വരി പാതയിലോട്ട് ഉള്ള ആ ആക്സസ്. കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് ഏകദേശം കഴിഞ്ഞ് 3/4% വർക്ക് കഴിഞ്ഞിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നമ്മൾ ദേശീയപാത കടന്നു പോകുന്ന ഏരിയയിൽ ചെർക്കള ടൗണിൽ യാതൊരു ബുദ്ധിമുട്ടും കോട്ടവും തട്ടാതെയാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. ഫ്ലൈ ഓവർ വരുന്നതോടുകൂടി ഇവിടുത്തെ കച്ചവട സ്ഥാപനത്തിനോ മറ്റ് ഏതെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ അനുഭവപ്പെടുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുരോഗതി കാണാൻ കഴിയും. പൊതുവെ മറ്റു റീച്ചുകളെ അപേക്ഷിച്ചിട്ട് ഈ മേഖലയുടെ വർക്ക് അല്പം സ്ലോ ആണ്. പിന്നെ നമ്മളെ വടകര ഭാഗത്തൊക്കെ വാഗാടിൻ്റെ വർക്കൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്ക് ഇവരെ വർക്ക് ഓക്കെയാണ്. എന്തായാലും നമ്മളെ കേരളത്തിലെ ആദ്യത്തെ റീച്ച് തലപ്പാടി ചെങ്കള റീച്ച് പൂർണ്ണമായിട്ടും ആദ്യമായിട്ട് തുറന്നു കൊടുത്ത റീച്ച് കൂടിയാണ്. അപ്പോൾ മേഘയുടെ വർക്ക് ഇപ്പോൾ നല്ല സ്പീഡ് ഇവരാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കാം കേട്ടോ. നമ്മുടെ ചട്ടഞ്ചാല